കിയാര അദ്വാനി സിന്ധി ഹിന്ദു വ്യവസായിയായ ജഗദീപ് അദ്വാനിയുടെയും ജെനിവീവ് അഫ്രിയുടെയും മകളായി ജനിച്ചു. ലക്നൌവിൽ നിന്നാണ് പിതാവ്. അമ്മ സ്കോട്ടിഷ്, ഐറിഷ്, പോർച്ചുഗീസ്, സ്പാനിഷ് വംശജയായിരുന്നു. അവരുടെ ഇളയ സഹോദരൻ വിശാൽ ഒരു സംഗീതജ്ഞനാണ്. അവരുടെ മാതൃകുടുംബത്തിലൂടെ നിരവധി സെലിബ്രിറ്റികളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നടന്മാരായ അശോക് കുമാറും സായിദ് ജാഫ്രിയും യഥാക്രമം രണ്ടാനച്ഛനും മുത്തച്ഛനുമാണ്. കിയാര അദ്വാനി കഥീഡ്രലിലും ജോൺ കേണൽ സ്കൂളിലും പഠിച്ചു. പിന്നീട് ഹിന്ദ് കോളേജിൽ ചേർന്ന് അവിടെ മാസ് കമ്മ്യൂണിക്കേഷനിൽ ബിരുദം നേടി. തന്റെ ആദ്യ ചിത്രമായ പഗ്ലിയുടെ റിലീസിന് മുന്നേ ആലിയ അദ്വാനി എന്ന പേര് മാറ്റി കിയാര എന്നാക്കി. അഞ്ജന അഞ്ജലി എന്ന ചിത്രത്തിലെ പ്രിയങ്ക ചോപ്രയുടെ കിയാര എന്ന കഥാപാത്രത്തിൽ നിന്നാണ് കിയാര അദ്വാനി എന്ന പേര് വന്നത്. ആലിയ ഭട്ട് ഇതിനോടകം തന്നെ സ്ഥിരതയുള്ള നടിയായിരുന്നതിനാൽ തന്റെ പേര് മാറ്റാൻ സൽമാൻ ഖാൻ നിർദ്ദേശിച്ചിരുന്നുവെന്ന് കിയാര അദ്വാനി പറഞ്ഞു. 2019 ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ഹിന്ദി ചിത്രങ്ങളായ കബീർ സിംഗ്, ഗുഡ് ന്യൂസ് എന്നിവയിലെ അഭിനയത്തിന് കിയാര അദ്വാനി കൂടുതൽ ശ്രദ്ധ നേടി. രണ്ടാമത്തെ ചിത്രത്തിന് മികച്ച സഹനടിക്കുള്ള IIFA അവാർഡ് നേടിയിട്ടുണ്ട്. 2021 പുറത്തിറങ്ങിയ ഷോർഷാ എന്ന യുദ്ധചിത്രത്തിലെ വിക്രം ബദ്രയുടെ കാമുകിയായി അഭിനയിച്ചതിന് മികച്ച നടിക്കുള്ള ഫിലിം ഫെയർ അവാർഡിന് നാമനിർദ്ദേശം കിട്ടി. 2022 ബുൽ ബുലയ്യ 2, ജുങ്കൂക്ക് ജിയോ എന്നീ ചിത്രങ്ങൾ കിയാര അദ്വാനി കൂടുതൽ വാണിജ്യ വിജയം നേടി. 2023 സത്യപ്രേം കി കഥയിൽ ഒരു വിവാഹിതയായ അഭിനയത്തിന് നിരൂപക പ്രശംസ പിടിച്ചുപറ്റി. അഭിനയത്തിന് പുറമെ നിരവധി ബ്രാൻഡുകളുടെ ഉൽപ്പന്നങ്ങളുടെയും അംബാസഡറായി കിയാര അദ്വാനി പ്രവർത്തിക്കുന്നു. 2020 മുതൽ നടൻ സിദ്ധാർത്ഥ് മൽഹോത്രയുമായി അവർ ഡേറ്റിംഗ് നടത്തുന്നുവെന്ന അഭ്യൂഹങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും അവർ ഈ ബന്ധത്തെക്കുറിച്ച് പരസ്യമായി സംസാരിച്ചിരുന്നില്ല. 2023 ഫെബ്രുവരി 7 രാജസ്ഥാനിലെ ജയ്സാൽമീരിൽ പരമ്പരാഗത ഹിന്ദു വിവാഹ ചടങ്ങിൽ വിവാഹിതരായി. ഇവരുടെ വിവാഹത്തിന് വ്യാപകമായ മാധ്യമ ശ്രദ്ധ ലഭിച്ചു. ഇതിന്റെ ഫലമായി അവരുടെ വിവാഹ ചിത്രങ്ങൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ലൈക്ക് ചെയ്യപ്പെട്ട ഇൻസ്റ്റയിൽ പോസ്റ്റായി മാറി. കിയാര അദ്വാനിക്ക് 35 വയസ്സായി. യാഷ് നായകനായ ടോക്സിക് ആണ് കിയാരയുടെ പുറത്തിറങ്ങാനുള്ള ചിത്രം.